കാർഷിക മേഖലയിലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പറയുവാൻ ഞാൻ ഈ അവസരത്തിൽ ഉപയോഗിക്കുകയാണ്. ഒന്ന്, ഇന്നത്തെ പട്ടയം അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പുതിയൊരു ഭൂപരിഷ്കരണ നിയമം സർക്കാർ വരികയാണെങ്കിൽ ഉണ്ടാക്കണം എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. രണ്ടാമത്തെ ഒരു സംഗതി, കേരളത്തിൻ്റെ വീതി എന്ന് പറയുന്നത് 75 കിലോമീറ്ററാണ്. ഇവിടെ കായംകുളത്തുനിന്ന് 25 കിലോമീറ്റർ കഴിഞ്ഞാൽ അടൂര്, അടൂന്ന് 25 കിലോമീറ്റർ കഴിഞ്ഞാൽ പത്തനാപുരം, പത്തനാപുരത്തുനിന്ന് 25 വലിച്ചു കഴിഞ്ഞാൽ പാണ്ടിയാണ്. നമ്മുടെ സഹ്യപർവ്വതത്തിന് 2 ഗ്യാപ്പാണ്, ഒന്ന് പാലക്കാട്ടും ഒന്ന് ചെങ്കോട്ട പുനലൂരും. പാലക്കാട്ടെ ഗ്യാപ്പിൽ കൂടി ചൂട് കാറ്റ് കയറി പാലക്കാട്ടെ കാലാവസ്ഥ ചൂടാണ്. കേരളത്തിലെ ഹോട്ടസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് പുനലൂരാണ്. പുനലൂരിലൂടെ കയറ്റി വരുന്ന ഈ ചൂട് കാറ്റ് തടഞ്ഞു നിർത്തുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ 25,000 ഏക്കർ റബ്ബർ തോട്ടമാണ്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ റബ്ബർ തോട്ടങ്ങൾ റബ്ബറിന് വിലയില്ലാത്തതുകൊണ്ടും മറ്റു പ്രശ്നങ്ങൾ കൊണ്ടും വെട്ടിപ്പോവുകയാണ്. അതിനെ നിലനിർത്തിയില്ലെങ്കിൽ ഈ സഹ്യപർവ്വതത്തിൽ വെള്ളമില്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. ശാസ്താംകോട്ട കായൽ വെള്ളം ഉണ്ടാവില്ല, അച്ചൻകോവിലാർ ഉണ്ടാവില്ല, പമ്പയാർ ഉണ്ടാവില്ല. അതിന് സഹകരിക്കണം. റബ്ബർ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള റബ്ബർ തൈകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ജനറ്റിക്കലി മോഡിഫൈഡ് ഇവിടെ ബാൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് പരീക്ഷിക്കാൻ ആസാമിൽ പോയിരിക്കുകയാണ്. നമ്മുടെ കോട്ടയത്തെ റിസർച്ച് സെൻറ്റർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഭക്ഷ്യവസ്തു അല്ലാത്ത റബ്ബർ ജനറ്റിക്കലി മോഡിഫൈഡ് പരീക്ഷിക്കുന്നതിനും വളർത്തുന്നതിനുമുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കണം. മൂന്നാമത്, കൃഷിക്കാരന് ധാരാളം പ്രശ്നങ്ങളുണ്ട്. തൊഴിലാളിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ലേബർ ട്രിബ്യൂണലുണ്ട്, ഉദ്യോഗസ്ഥന്മാർക്ക് ട്രിബ്യൂണലുണ്ട്. കൃഷിക്കാരനൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ എവിടെ പോയി ചെന്ന് പറയും? കൊടുത്ത നെല്ല് കൊടുത്തിട്ട് പണം കിട്ടാഞ്ഞ് സമരം ചെയ്യുന്ന ഗതികേട് ഈ രാജ്യത്ത് കൃഷിക്കാരനല്ലാതെ മറ്റാർക്കുമില്ല. അതുകൊണ്ട് കൃഷിക്കാരനെ സംരക്ഷിക്കാൻ ഒരു കോടതിയോ ട്രിബ്യൂണലോ ഉണ്ടാവണം. കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കുന്ന സകല നിയമത്തിലും കൃഷിക്കാരൻ്റെ നിയമങ്ങളിൽ മുഴുവനും ഇത് കോടതിയിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വകുപ്പൂടെ ചേർക്കുകയാണ്. അതുകൊണ്ട് കർഷകരെ സംരക്ഷിക്കുവാൻ ഒരു കോടതിയോ ഒരു സംരക്ഷണ സംവിധാനമോ ഉണ്ടാക്കണം. വേറൊന്ന്, പുതിയ ജലനയം ഉണ്ടാവണം, തടി നയം ഉണ്ടാവണം, സീഡ് ആക്ടിനെ സംബന്ധിച്ച് കേരളത്തിനനുസരിച്ച് നയമുണ്ടാവണം, ഇവിടുത്തെ ബ്രീഡിംഗ് പോളിസി മാറ്റണം. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. കാർഷിക മേഖലയ്ക്ക് ശ്രദ്ധ ഊന്നിക്കൊണ്ട് എല്ലാ പഞ്ചായത്തിലും വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുവാൻ കോൺഗ്രസിൻ്റെ നയപരിപാടികൾ രൂപപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ. സാമീപ്പൻ അപ്പർ കുട്ടനാടിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഇന്നലെ കുട്ടനാടുണ്ടായിരുന്നു. കുട്ടനാട് തീർച്ചയായിട്ടും നമ്മളൊരു വലിയ അതോറിറ്റി രൂപീകരിച്ചു. കുട്ടനാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും. അപ്പർ കുട്ടനാടിന് കൂടി കൂടുതൽ പ്രാധാന്യം കൊടുക്കും. നെൽകർഷകർ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്ന നിസ്സാരമല്ല, വളരെ ഗൗരവമാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ് കൂട്ടുമ്പോൾ ഇവിടെ കുറയ്ക്കും, സംഭരണം മര്യാദയ്ക്ക് നടക്കുന്നില്ല, അനാവശ്യമായ കിഴിവുകൾ മില്ലുകാർ ചോദിക്കുന്നു. 10 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ സംഭരണ ചെലവാണ് 12 രൂപ എന്നുള്ളത്, 300 രൂപയോളം ചിലവാകുവാണ്. അങ്ങനെയുള്ള പിന്നെ PRS വെറുതെയാണ്. കാരണം ബാങ്കുകാർ പൈസ കൊടുക്കാനുള്ള, സർക്കാർ പൈസ കൊടുത്താലേ ബാങ്കുകാർ കൊടുക്കുകയുള്ളൂ. നെല്ല് സംഭരണം ആകെ പാളിയിരിക്കുകയാണ്. നെൽ കർഷകർ കൊയ്ത് പാടത്തിട്ട് കഴിയുമ്പോൾ വന്ന് ബാർഗെയിൻ ചെയ്യണം മില്ലുകാർ. അത് നമ്മുടെ ഒരു പ്രയോറിറ്റിയിലുള്ള വിഷയമാണ്. അത് തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കും. അപ്പർ കുട്ടനാട്ടിലെ മലിനീകരണത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങൾ KAP കനാലിനെ കുറിച്ചും എല്ലാം പറഞ്ഞു. സുരേഷ് കോച്ചി സാറ് വളരെ വിലപ്പെട്ട ചില നിർദ്ദേശങ്ങൾ പറഞ്ഞു. ജനറ്റിക് മോഡിഫൈഡ് റബ്ബർ തൈകൾ അത് സ്റ്റേറ്റാണ് നിരോധിച്ചിരിക്കുന്നത്. സ്റ്റേറ്റാണ്, ഞാനത് അന്വേഷിച്ചു, റബ്ബർ ബോർഡല്ല, സ്റ്റേറ്റാണ്. അത് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ജനറ്റിക് മോഡിഫൈഡ് റബ്ബർ തൈകളാണ് ഉപയോഗിക്കുന്നത്. കേരളം മാത്രം ഉപയോഗിക്കാതിരുന്നിട്ടൊരു കാര്യമില്ല.